സിനിമാ നടി കനകയെ എല്ലാവർക്കും ഓർമ്മയില്ലേ? അത്ര പെട്ടെന്നൊന്നും മലയാളികൾ കനകയെ മറക്കാൻ സാധ്യതയില്ല. മലയാളത്തിൽ വളരെ ചുരുക്കം സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിരുന്നുവെങ്കിൽ പോലും മലയാളികൾക്ക് എന്നെന്നും ഓർത്തു വെക്കാൻ മാത്രമുള്ള രണ്ട് കഥാപാത്രങ്ങൾ കനക നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഗോഡ് ഫാദർ എന്ന സിനിമയിലെ മാളു എന്ന കഥാപാത്രം. ആ സിനിമ കണ്ട ഒരാൾ പോലും അത്ര പെട്ടെന്നൊന്നും മാളു എന്ന കഥാപാത്രത്തെ മറക്കില്ല, അല്ലേ? അതുപോലെ തന്നെ വിയറ്റ്നാം കോളനിയിലെ ഉണ്ണിമോൾ എന്ന് പറയുന്ന കഥാപാത്രം. കനകയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ഓടി വരുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങളാണ്, അല്ലേ? അത്രയും അടിപൊളിയായി വേറെ ലെവലായിട്ട് ഈ രണ്ട് കഥാപാത്രങ്ങൾ കനക ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തിനു പറയുന്നു, ഈ അടുത്ത കാലത്താണ് ഇവരൊരു തമിഴത്തിയാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇത്രയും കാര്യം വിചാരിച്ചിരുന്നത് ഇവരൊരു മലയാളി ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ആ ലെവലിലായിരുന്നു ഇവരുടെ മലയാള സിനിമയിലെ അഭിനയം എന്ന് പറയുന്നത്. ഒരു തമിഴത്തിയാണെന്ന് പോലും തോന്നിക്കാത്ത വിധത്തിലായിരുന്നു ഇവരുടെ അഭിനയം, അല്ലേ? ഇനി തമിഴിലെടുത്ത് നോക്കുകയാണെങ്കിലും കന്നഡയിലെടുത്ത് നോക്കുകയാണെങ്കിലും തെലുങ്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് കഥാപാത്രങ്ങൾ ഈ പറയുന്ന കനക അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലും അഭിനയിച്ചത് തമിഴിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കാലത്ത് കത്തി നിന്ന് നടിയായിരുന്നു ഈ പറയുന്ന കനക എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഇപ്പോഴത്തെ കനകയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ വർഷങ്ങളോളമായി അടച്ചിട്ട് വീട്ടിൽ കഴിയുകയാണ് ഈ പറയുന്ന കനക. ഒരു പക്ഷേ പുള്ളിക്കാരെ വീട്ടിനകത്ത് വെച്ച് മരിച്ചാൽ പോലും നാലാൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി മരിച്ച ഒരു 5-6 ദിവസമൊക്കെ കഴിഞ്ഞ് അതിന്റെ ദുർഗന്ധം പുറത്തു വന്നതിന് ശേഷം മാത്രമേ പുള്ളിക്കാരി മരിച്ചു എന്ന വിവരം പോലും പുറലോകം അറിയത്തുള്ളൂ. ആ ലെവലിൽ പുറലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കഴിയുകയാണ് ഈ പറയുന്ന കനക. പുള്ളിക്കാരിയെ അവസാനമായി കണ്ടത് ഒരേ ഒരു വ്യക്തി മാത്രമാണ്, പുള്ളിക്കാരിയുടെ സഹതാരവും അടുത്ത സുഹൃത്തുമായിട്ടുള്ള കുട്ടി പത്മിനി. ഈ അടുത്ത കാലത്ത് കുട്ടി പത്മിനി കനകയെ കാണാൻ വേണ്ടി കനകയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്ന് കനകക്കൊപ്പമുള്ള ഒരു ഫോട്ടോ കുട്ടി പത്മിനി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ട എല്ലാവരും അപ്പാടി ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം തിരിച്ചറിയാൻ പറ്റാത്ത വിധം കനക മാറിക്കഴിഞ്ഞു. ആ ഫോട്ടോ കണ്ട എല്ലാവരും ആശ്ചര്യത്തോട് ചോദിച്ചത് ഇത് കനക തന്നെയാണോ എന്നുള്ളതാണ്. ആ ലെവലിൽ പോലും അവർക്ക് രൂപമാറ്റം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എനിവേ, ഞാൻ ഇപ്പം കനകയെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറയുന്ന കുട്ടി പത്മിനി കഴിഞ്ഞ ദിവസം ഒരു തമിഴ് മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കനകയെ കുറിച്ച് ചില കാര്യങ്ങൾ ഈ പറയുന്ന കുട്ടി പത്മിനി സംസാരിച്ചു വെക്കുന്നുണ്ട്. മെയിനായിട്ട് കനകയെ കാണാൻ പോയതിന്റെ എക്സ്പീരിയൻസ് ആണ് ഇവർ ഷെയർ ചെയ്യുന്നത്. അത് കേട്ട സമയത്ത് ഒരുപാട് സങ്കടം തോന്നിപ്പോയി. അങ്ങനെയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത്. നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂലേക്ക് കടക്കാം. അതിനു മുമ്പ് കനകയുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിയ സാഹചര്യത്തെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കാണാം. നമുക്കറിയാം, ഒരു കാലത്ത് തിരക്കേറിയ ഒരു നടിയായിരുന്നു ഈ പറയുന്ന കനക എന്ന് പറയുന്നത്. മലയാളത്തിലും തെലുങ്കിലും തമിഴിലും ഒക്കെ ആയിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ഇവർ തിരക്കിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ഈ ഒരു ഫീൽഡിൽ നിന്നും അപ്രത്യക്ഷയാകുന്നത്. അതിന്റെ പ്രധാന കാരണമായി എല്ലാവരും പറഞ്ഞത് കനകയുടെ അമ്മയായിട്ടുള്ള ദേവികയുടെ മരണമാണ്. ദേവികയും കനകയെ പോലെ തന്നെ ഒരു സിനിമാ നടിയായിരുന്നു കേട്ടോ. പണ്ട് തമിഴിൽ എംജിആറിന്റെ കൂടെയും ശിവാജി ഗണേശിന്റെ കൂടെയും ഒക്കെ തകർത്ത് അഭിനയിച്ച ആളാണ് ഈ പറഞ്ഞ കനകയുടെ അമ്മ. മാത്രവുമല്ല, പുള്ളിക്കാരി മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും അമ്മ സിനിമാ നടി ആയതുകൊണ്ട് തന്നെ കനകയുടെ സിനിമാ പ്രവേശനം ഏറെക്കുറെ എളുപ്പമായിരുന്നു. അമ്മ വഴി തന്നെയാണ് പുള്ളിക്കാരി സിനിമയിൽ എത്തിയതും. പക്ഷെ ഒരു നെപ്പോക്കിട്ടാണെന്ന് തോന്നിക്കാത്ത വിധത്തിലായിരുന്നു കനകയുടെ സിനിമയിലെ പ്രകടനം എന്ന് പറയുന്നത്. നല്ലൊരു ഒന്നാന്തര നടിയെ പോലെ തന്നെ പുള്ളിക്കാരി സിനിമയിൽ തകർത്ത് അഭിനയിച്ചു എന്നുള്ളതാണ്. ഇനി കനകയുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് പറയാനാണെങ്കിൽ കനകയുടെ അച്ഛനും അമ്മയും അകന്നായിരുന്നു കഴിഞ്ഞിരുന്നത്. പക്ഷെ കനക വളർന്നത് സ്വന്തം അമ്മയോടൊപ്പമാണ് കേട്ടോ. അച്ഛനുമായി വലിയ അറ്റാച്ച്മെന്റ് ഒന്നും കനകയ്ക്ക് ഇല്ലായിരുന്നു. ഒരു അമ്മക്കുട്ടിയായിട്ടാണ് കനക വളർന്നത്. അതുകൊണ്ടാണല്ലോ അമ്മ മരിച്ചപ്പോൾ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തത്. വളരെ സക്സസ്ഫുൾ ആയി പോകുന്ന ഒരു സിനിമാ കരിയർ പോലും അമ്മയുടെ മരണം കാരണം ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ കനകയും അമ്മയും തമ്മിലുള്ള ആ ബോണ്ട് എത്രത്തോളമാണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. എന്തായാലും അമ്മയുടെ മരണത്തിന് ശേഷം ഒരൊറ്റ സിനിമയിൽ പോലും കനക അഭിനയിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്റെ ഏറിലെ സിനിമയിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തു. പുള്ളിക്കാരുടെ സിനിമാ കരിയർ അതോടുകൂടി അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുശേഷം കുറെ കാലത്തേക്ക് ആരും കനകയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം കനക മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. കനകയുടെ ആ സമയത്തുള്ള കോലം കണ്ട് പലരും അമ്പരന്ന് പോയി എന്നുള്ളതാണ്. ആകെ തടിച്ചിട്ടുണ്ട്, വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കനകയുടെ അപ്പോഴുള്ള കോലം എന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണ കനക മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു പരാതി പറയാനാണ്. ആ പരാതി മറ്റൊന്നുമല്ല, തന്റെ ഭർത്താവായിട്ടുള്ള മുത്തുസ്വാമിയെ കാണാനില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ അവരെ കണ്ടെത്തി തരണമെന്ന് പരാതി പറയാനായിരുന്നു അന്ന് കനക മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷെ കനകയുടെ ആ പരാതി കേട്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം കനകയുടെ കല്യാണം കഴിഞ്ഞ കാര്യം അതുവരെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. കനകയുടെ ആ പരാതിക്ക് പിന്നാലെയാണ് കനകയുടെ കല്യാണം കഴിഞ്ഞ കാര്യം എല്ലാവരും അറിയുന്നത്. അതും എല്ലാവരെയും ലിറ്ററലി ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. കനക അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ കാലിഫോർണിയയിലെ എഞ്ചിനീയർ ആയിട്ടുള്ള തന്റെ ഭർത്താവിന്റെ കൂടെ വെറും 15 ദിവസം മാത്രമാണ് താൻ കഴിഞ്ഞത്. അതിനുശേഷം പുള്ളിക്കാരനെ താൻ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ആ സമയത്ത് കനകയുടെ ഈ പരാതിയെ നിഷേധിച്ചുകൊണ്ട് കനകയുടെ അച്ഛനും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ കനകയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല,
കനകയ്ക്ക് ഭ്രാന്താണ്, അവർ ചുമ്മാ ഓരോന്നും പബ്ലിക്കിന് മുന്നിൽ വന്ന് വിളിച്ചു പറയുന്നത് എന്നൊക്കെയാണ് അന്ന് കനകയുടെ അച്ഛൻ പറഞ്ഞത്. എന്തായാലും ഇതിനുശേഷം പിന്നീട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കനകയും അച്ഛനും തമ്മിൽ സ്വത്ത് തർക്കത്തിന് പേരിൽ വഴക്കിടുന്നതാണ്. കനകയുടെ അമ്മയായിട്ടുള്ള ദേവയ്ക്ക് സിനിമയിൽ അഭിനയിച്ച് കണക്കറ്റ സ്വത്തുകൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏക അവകാശം എന്ന് പറയുന്ന കനകയായിരുന്നു. പക്ഷെ കനകയുടെ അച്ഛനെ നോട്ടം കനകക്ക് അവകാശപ്പെട്ട ആ സ്വത്തിലായിരുന്നു. ആ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി പിടിപ്പതും കനകയുടെ അച്ഛൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് കനകയും അച്ഛനും തമ്മിൽ സ്വത്ത് തർക്കത്തിൽ ഏർപ്പെടുന്നത്. അവസാനം ആ സ്വത്ത് തർക്കത്തിന് പിന്നാലെ കനകയുടെ അമ്മയുടെ സ്വത്തിന് വലിയൊരു പങ്ക് തന്നെ അച്ഛൻ കൊണ്ടുപോയി. അത് കനകയെ കൂടുതൽ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതാണ്. അതോടെയാണ് കനക പുറലോകവുമായി ഒരു ബന്ധവും വേണ്ട എന്ന് തീരുമാനമെടുക്കുകയും സ്വന്തം വീട്ടിനകത്ത് തന്നെ അടിച്ചുമൂടി ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൂടിയും അന്ന് കനകയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൂമേഴ്സ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽപ്പെട്ടൊരു റൂമർ മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആണെങ്കിൽ ആ മനോരമ ന്യൂസിന്റെ റിപ്പോർട്ട് ഒന്ന് കാണിച്ചു തരാം. അന്ധവിശ്വാസങ്ങൾ അരങ്ങുവാഴുന്ന ഇടമാണ് സിനിമാ ലോകം. അത്തരമൊരു കെണിയിൽ അകപ്പെട്ടതിനിടെയാണ് കനക മുത്തുകുമാറിനെ പരിചയപ്പെടുന്നതും. മരിച്ചുപോയ അമ്മയുടെ ആത്മാവുമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് അമുത എന്ന സ്ത്രീ കനകയെ പറ്റിച്ചു എന്നതാണ് പുറത്തുവന്ന വാർത്ത. അമുതയുടെ തന്ത്രങ്ങളിൽ അകപ്പെട്ടുപോയ കനക അമ്മ തന്നോട് പലതും പറയുന്നതായി വിശ്വസിച്ചു. അമുത പറയുന്ന വാക്കുകൾ അക്ഷരം പ്രതി കനക അനുസരിച്ചു. അമുത വഴിയാണ് മുത്തുകുമാറുമായി കനക അടുക്കുന്നത്. അമുതയെ വിശ്വസിച്ച കനകയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പിന്നീട് കനകയെ ആരും കണ്ടില്ല. ചെന്നൈയിലെ രാജ അണ്ണാമലൈപുരത്തുള്ള വീടിനുള്ളിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുകയായിരുന്നു കനക. ഒരിക്കൽ അടഞ്ഞുകിടന്ന വീടിനുള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട അയൽവാസികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും അവരെത്തിയപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് കനക അവരെ തിരിച്ചയക്കുകയും ചെയ്തുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് കനക വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് അച്ഛനുമായുള്ള സ്വത്ത് തർക്കത്തെ തുടർന്നാണ്. അന്ന് പതിവിലും കരുത്തോടെ ലോകം കനകയെ കണ്ടു. അമ്മ ദേവികയുടെ അളവറ്റ സ്വത്തിന്റെ ഒരേ ഒരു അവകാശി കൂടിയാണ് കനക. അച്ഛൻ ദേവദാസ് സ്വത്ത് അപഹരിക്കാൻ ശ്രമിക്കുന്നുവെന്നും മരിച്ചുപോയ അമ്മയെക്കുറിച്ച് അപവാദം പറയുന്നുവെന്നും കനക പരാതിപ്പെട്ടു. അതിനിടയിലാണ് കനക മരിച്ചുവെന്ന വാർത്തയും വ്യാപകമായി പ്രചരിച്ചത്. അവസാനം താൻ മരിച്ചിട്ടില്ലെന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ടെത്തി കനക പറഞ്ഞു. അവിടെയും തീർന്നില്ല വ്യാജ പ്രചരണങ്ങൾ. കനകയ്ക്ക് ക്യാൻസർ ആണെന്നും കഥകൾ പരന്നു. അന്ന് ചില അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കനക തനിക്ക് യാതൊരു അസുഖവുമില്ലെന്നും ചികിത്സയ്ക്കായി ആലപ്പുഴയിൽ പോയെന്നുള്ള വാർത്തകൾ വ്യാജമാണെന്നും തുറന്നടിച്ചു. അതിനുശേഷം കനക പൊതുമണ്ഡലത്തിലേക്ക് വന്നതേയില്ല. ചെന്നൈയിലെ വീട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുന്നു എന്ന് മാത്രം എല്ലാവരും അറിഞ്ഞു. കനകയെ പുറത്തേക്ക് കണ്ടിട്ട് വർഷങ്ങളായെന്ന് പരിസരവാസികൾ പറയുന്നു. ഡെലിവറി ഏജന്റുമാരല്ലാതെ ആരും കനകയുടെ വീട് തേടി വരാറില്ലെന്നും അവർ പറയുന്നു. ഇതായിരുന്നു കനകയുമായി ബന്ധപ്പെട്ട് മനോരമ ന്യൂസിൽ വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഇതിനെല്ലാം ഒടുവിലാണ് കഴിഞ്ഞ ദിവസം കനകയുടെ സുഹൃത്തായിട്ടുള്ള കുട്ടി പത്മിനി ഒരു തമിഴ് മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതും കനകയെ പോയി കണ്ടതിന്റെ അനുഭവം പങ്കുവെക്കുന്നതും. ഇവര് തമിഴിലാണ് സംസാരിക്കുന്നത്, കുഴപ്പമില്ല, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇവർക്ക് എന്താണ് പറയാനുള്ളത് ആദ്യം നമുക്കൊന്ന് കണ്ടുനോക്കാം. எனக்கு ரொம்ப வருத்தமா இருக்கு. ஏன்னா தேவிகா அக்கா கையால ஊட்டப்பட்டு வளர்ந்த குழந்தை. நான் ஷூட்டிங்ல சாதம்லாம் பிசைஞ்சு ஊட்டி விடுவாங்க. ஸோ என்னுடைய ஃபேன்ஸ், என்னுடைய கேபி டிவி பார்க்குறவங்க எல்லாம் கனகா அவர்களை போய் பாருங்க, கனகாவை போய் பாருங்க சொல்லிக்கிட்டே இருந்தாங்க. சரின்னு சொல்லி அவங்கள பார்க்கறதுக்காக போனால் வந்து வீடு வந்து யார் போனாலுமே வீடு பூட்டி தாங்க இருக்கு. பூட்டுனா கூட சாதாரண பூட்டு கிடையாது, அருந்ததி பூட்டு மாதிரி இருக்கும். அந்த படத்துல எல்லாம் பெரிய பெரிய பித்தளை பூட்டு, பெரிய பெரிய சங்கிலி. வீடே வந்து ரொம்ப பெயிண்டே இல்லாமல் அந்த ஜன்னல்லாம் இது கிட்ட நம்ம அபிராம்புரத்துக்கு கிட்ட வீடே ரொம்ப பழமையாக இருக்கும். ஸோ எப்படிடா உள்ளே போகிறதா இல்லையா, ஒரு லைட்டு மட்டும் எரிஞ்சுது. எப்படி தாண்டி குதிக்க முடியாது, இது கேட்டு மேலே ஏறி குதிக்கிற வயசா எனக்கு. ஸோ என்னடா பண்ணுறது அப்படின்னு பார்த்துட்டேங்க. ஒருவேளை டிரைவர் யாராவது குதிக்க சொன்னால் கூட ட்ரெஸ் பாசிங் ஆகிடும். அக்கம் பக்கத்தில் யாரை கேட்டாலும் எப்போ வருவாங்க தெரியாது, எப்போ போவாங்க தெரியாது. நாங்கள் கொஞ்சம் ட்ரிஸ்லிங்காக இருந்தது, காரில் உட்காந்துருந்தேன். கரெக்டாக ஆட்டோவில் இந்த பொண்ணு வந்து இறங்குச்சு. டிரைவர் சொன்னார், அம்மா பார்த்தா அவங்க மாதிரி இருக்குமா அப்படின்னாரு. திரும்பி பார்த்தா கனகா, ஆனால் கொஞ்சம் வெயிட் போட்டிருந்தாங்க. ரொம்ப അൻപാ പേசுനാങ്ക. അക്കാ എപ്പിടിക്കാ ഇരിക്കീങ്ക, നല്ല ഇരിക്കീങ്കളാ? ഓക്കെ, കനകയെ കാണാൻ പോയതിന്റെ അനുഭവമാണ് ഒരു പങ്കുവെക്കുന്നത്. വീട്ടിലേക്ക് പോയ സമയത്ത് വീടിന്റെ ഗേറ്റ് പൂട്ടിക്കിടക്കായിരുന്നു. ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിൽ അരുന്ധതി പൂട്ടിട്ടിട്ടായിരുന്നു ആ വീട് പൂട്ടിയിരുന്നത്, ആ വീടിന്റെ ഗേറ്റ് പൂട്ടിയിരുന്നത്. അങ്ങനെ പുറമെ കുറെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കനക പുറത്തു നിന്നും ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത്, തന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ തന്നെ കനക എടുത്ത് പോയി സംസാരിച്ചു. തന്നെ കണ്ടുടനെ തന്നെ കനക തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കുട്ടി പത്മിനിയോട് പറഞ്ഞു വെക്കുന്നത്. കണ്ടുടനെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഇത്രയുമാണ് കുട്ടി പത്മിനി ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ അന്ന് കനകയുമായി കണ്ടുമുട്ടിയതിനു ശേഷം താനും കനകയും കൂടി ഒരു കോഫി ഷോപ്പിൽ പോയിരുന്ന് സംസാരിച്ചു എന്ന് കുട്ടി പത്മിനി തുടർന്ന് പറയുന്നുണ്ട്. അന്ന് കോഫി ഷോപ്പിൽ വെച്ച് താൻ ഒരുപാട് കാര്യങ്ങൾ കനകയോട് തുറന്ന് ചോദിച്ചു എന്ന് പത്മിനി അവകാശപ്പെടുന്നുണ്ട്. കാര്യമായിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, നീ എന്തിനാണ് കുഞ്ഞ് എങ്ങനെ കഴിയുന്നത്? നിന്റെ അമ്മയുടെ ഒരു മകളല്ലേ നീ? അച്ഛൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിട്ടുകളാ, അത് ആലോചിച്ച് ഇങ്ങനെ കുത്തിരിക്കാതെ. അച്ഛൻ നിന്നെ വഞ്ചിച്ചു എന്നുള്ളത് ശരിയൊക്കെ തന്നെയാണ്, അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ. അതും ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാൾക്ക് വേണ്ടതെല്ലാം നീ കൊടുത്തു കഴിഞ്ഞല്ലോ. നിന്റെ കടങ്ങൾ
ഇന്നലെ നീ തീർത്തതുപോലെ നീ അതിനെ കരുതിയാൽ മതി. നീ പഴയതെല്ലാം മറന്ന് പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വാ. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാം. നിനക്ക് ഇപ്പൊ ആവശ്യം വേറെ നല്ലൊരു വീടാണ്. ഇപ്പോൾ ഉള്ള ഈ വീട്ടിൽ നീ കഴിയണ്ട. നിനക്ക് വേണമെങ്കിൽ പുതിയൊരു വീട് ഞാൻ ഏർപ്പാടാക്കി തരാം. നിനക്കിനി നിയമപരമായ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നിനക്കൊരു ലോയറെ ഞാൻ ഏർപ്പാടാക്കി തരാം. ഇനി പുതിയ വീട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള സെറ്റപ്പും ചെയ്തു തരാം. ആളുകളുമായി സംസാരിക്കാൻ നിനക്ക് മടിയുണ്ടെങ്കിൽ നിനക്കൊരു പെന്റ് ഹൗസ് എടുത്തു തരാം. അതാകുമ്പോൾ നിന്റെ അനുവാദമില്ലാത്ത നിന്റെ വീട്ടിലേക്ക് ആർക്കും കയറി വരാൻ പറ്റത്തില്ല. കാരണം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പെന്റ് ഹൗസിൽ കാണാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ താൻ കനകക്ക് നൽകിയെന്ന് കുട്ടി പത്മിനി പറയുന്നുണ്ട്. പക്ഷെ കനക അതെല്ലാം അപ്പാട് നിരസിക്കുകയായിരുന്നു. അന്ന് കനക പറഞ്ഞത് ഒരൊറ്റ മറുപടി മാത്രമാണ്: എനിക്ക് സർക്കാരിൽ നിന്ന് കുറച്ച് പ്രോപ്പർട്ടി കിട്ടാനുണ്ട്, അത് കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാമെന്ന് മാത്രമാണ് കനകയുടെ അപ്പോഴുള്ള മറുപടി എന്ന് പറയുന്നത്. എന്നാൽ അതിനുവേണ്ടി നമുക്ക് മുഖ്യമന്ത്രിയെ പോയി കാണാം എന്നുള്ള ഉറപ്പ് ഞാൻ കനകക്ക് കൊടുത്തു എന്നുള്ളതാണ്. കനക അതിന് സമ്മതിക്കുകയും ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ കനകക്ക് ഞാനൊരു അഡ്വൈസ് കൊടുത്തു: പറ്റുമെങ്കിൽ ഒരു വിദേശ യാത്രയൊക്കെ പോകണം, ലൈഫ് ഒന്ന് അടിച്ചു പൊളിക്കുക, അപ്പോഴേക്കും എല്ലാ സങ്കടങ്ങളൊക്കെ ഒന്ന് മറക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അഡ്വൈസും താൻ കനകക്ക് കൊടുത്തു എന്ന് കുട്ടി പത്മിനി പറയുന്നുണ്ട്. കനക അതെല്ലാം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവസാനമായി പിരിയുന്ന സമയത്ത് ഞാൻ ഇനിയും വിളിക്കും, ദയവ് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കരുത് എന്ന് ഞാൻ കനകയെ ഉപദേശിച്ചു എന്ന് പിന്നീട് കുട്ടി പത്മിനി പറയുന്നുണ്ട്. എന്നാൽ കനക അത് അനുസരിച്ചില്ല. അതിനുശേഷം വിളിച്ചപ്പോൾ എല്ലാം കനകയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് കുട്ടി പത്മിനി പറയുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ കുട്ടി പത്മിനി ഇന്റർവ്യൂവിൽ പറഞ്ഞു വെച്ചതിന് ശേഷം ഇന്റർവ്യൂവർ കുട്ടി പത്മിനിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ഇപ്പോൾ കനകയ്ക്ക് എത്ര വയസ്സായിട്ടുണ്ടാകും എന്നുള്ള രീതിയിൽ. അതിനുള്ള കുട്ടി പത്മിനിയുടെ മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം. சரி, உங்கள்கிட்ட பேசும்போது நார்மலா பேசுறாங்க? நார்மலா பேசுறாங்க, ரொம்ப நார்மலா பேசுறாங்க. மனநலம் பாதிப்பு மாதிரி தெரியல. இப்போ என்ன வயசு இருக்கு உங்களுக்கு? தெரியல, கூகுளில் தான் பார்க்கணும். 45க்கு மேலே தான் இருக்கும். பெருசா ஆகலையே. ஆகலை தான், அதான் வருத்தமாக இருக்குது. ஏன்னா நாளைக்கு அவங்க இறந்தா கூட வெளியில் தெரியவே 3-4 நாள் ஆகலாம். ஏன்னா வீட்டுக்குள்ளே வேலைக்காரங்க யாரும் இருக்கிற மாதிரி தெரியல. அவங்களுக்கு என்ன உடம்பு எதாவது கேட்டிங்களா? உனக்கு என்ன உடம்பு ப்ராப்ளம் இருக்குது ஏதாவது சொல்லு கேட்டிங்களா? அப்படி ஃபர்ஸ்ட் டே எப்படி சார் கேட்குறது? இல்லை, உடம்புல ஏதாவது நான் ஃபர்ஸ்ட் டே என்ன சொன்னேன்னா, உனக்கு என்ன ஹெல்ப் வேணுமோ சொல்லி நான் பண்ணுறேன், அதை தான் நான் சொன்னேன். சாப்பாட்டுக்கு தான் என்ன பண்ணுறாங்க? சமையல் எல்லாமே ஸ்விக்கி தான். ஹெல்ப்புக்கு வேறு யாரும் ஆள் கிடையாதுங்க. மிந்தி இருந்தாங்க அவங்க வீட்டில் ஆளெல்லாம் நினைக்கிறேன். ஏன்னா ஒரு தடவை ராஜ் டிவி தான் அந்த இன்டர்வியூ பார்த்தேன். அவங்க நல்லா தான் பேசிட்டாங்க ராஜ் டிவியில். அப்போ ஒரு 13 பூனை கூட இருந்தது வீட்டில். நான் கேட்டேன், இன்னும் வச்சிருக்கியா பூனை அப்படின்னு கேட்டேன். இல்லைக்கா அதெல்லாம் விட்டுரு, நல்ல வேலை. என்ன நான் 13 பூனை ஒரு வீட்டில் പൂട്ടിന വീട്ടുക്കുள்ளே ഇരുന്നதுன்னா നാത്തം താങ്ങ முடியாது. ഓക്കെ, അതാണ് അവൾക്ക് എത്ര വയസ്സായി എന്ന് ഇന്റർവ്യൂവർ ചോദിക്കുന്ന സമയത്തുള്ള പത്മിനിയുടെ മറുപടി എത്രയാണ്? ഒരു 45 മുകളിലൊക്കെ ആയി കാണുന്നുള്ളതാണ്. അന്നേരം തിരിച്ച് ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് അത്രക്കൊക്കെ വയസ്സ് അവർക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോഴുള്ള കുട്ടി പത്മിനിയുടെ മറുപടി എന്തായിരുന്നു? അതാണ് ഏറ്റവും വലിയ വിഷമം. നാളെ അവർ മരിച്ചാൽ പോലും പുറലോകം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം എടുക്കും. കാരണം വീട്ടിനുള്ളിൽ ജോലിക്കാരായും ഉള്ളതായി തോന്നുന്നില്ല. അന്നേരം ഇന്റർവ്യൂവർ ചോദിച്ചത് എന്താണ്? അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അന്നേരമുള്ള കുട്ടി പത്മിനിയുടെ മറുപടി എന്താണ്? ഞാൻ അതിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ആദ്യ ദിവസം തന്നെ അത് എങ്ങനെയാണ് സാർ ചോദിക്കുക? അവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെയാണ്. അതിനിടയിൽ അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദ്യം ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി പത്മിനിയുടെ മറുപടി എങ്ങനെയാണ്? എല്ലാം സ്വിഗ്ഗിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് എന്നൊക്കെയാണ്, അല്ലെ? പിന്നെ സഹായത്തിനായി ആരും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ മുമ്പ് ഒരിക്കൽ ഒരാൾ അവരെ സഹായിക്കാൻ വേണ്ടി അവിടെ നിന്നിരുന്നു. അവരുമായി ഞാൻ രാജ് ടിവിയിൽ ഒരു അഭിമുഖം നടത്തിയിരുന്നു. അന്ന് ആ സർവന് പറഞ്ഞെന്താണെന്ന് വെച്ചാണെങ്കിൽ അവരുണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന കനക 13ഓളം പൂച്ചകളെ വളർത്തിയിരുന്നു. ഭയങ്കര നാറ്റമായിരുന്നു അവറ്റകൾക്ക്. പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് മറുപടി പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് എങ്ങനെയാണ് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള കുട്ടി പത്മിനിയുടെ മറുപടി നമുക്ക് കേട്ടോക്കാം. அப்போ தனி வீட்டில் எப்படி தான் இருக்க முடியும்? அதுக்கு தான் சார் சரியான சமயத்தில் ஒரு ஆன்மீகத்தை நோக்கி நம்ம கால் எடுத்து வைக்கணும். ஆன்மீகம் நம்மளுடைய வாழ்க்கைக்குள்ளே வரலன்னு வச்சுக்கோங்களேன், அது நம்மளை மென்டல் ஆக்கிடும். பிகாஸ் உங்களால் யாரையுமே நம்ப முடியல. மேபி அந்த பொண்ணால் யாரையுமே நம்ப முடியல. அந்த மாதிரி ஒரு இடத்துக்கு அவங்க தள்ளப்பட்டிருக்காங்க. நான் பரிபூர்ணமாக நம்புகிறேன். இல்லைன்னா அவங்க அப்படி பூட்டிக்கிட்டு வீட்டுக்குள்ளே இருக்க வேண்டிய அவசியம் இல்லை. யார் வந்தாலும் என்னை ஏமாற்றிடுவாங்களோ, யார் வந்தாலும் என்கிட்ட ஏதாவது வாங்கிட்டு போயிடுவாங்களோ, அந்த ஃபீலிங்கில் அவங்க இருப்பாங்களோன்னு தோணுது. அதுதான் நிஜமான எனக்கு தெரியல. பட் அவங்க இவ்வளோ உலகத்துல இருந்து கட் ஆஃப் பண்றதுக்கு ஒரு காரணம் எனக்கு புரியல. இல்ல அப்படி எதையுமே பார்க்கறது இல்லைன்னா பகல் 23 தூங்கிட்டே இருந்தா என்ன ஆகுது? ഐ വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എങ്ങനെയാണ് കനകക്ക് ആ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പത്മിനിന്റെ മറുപടി എന്താണ്? അവരൊരു ആത്മീയ ലോകത്താണ്. അവർ ആത്മീയതയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്നൊക്കെയാണ്. പിന്നെ അതുകൂടാതെ കനകക്ക് ഇപ്പൊ നല്ല രീതിയിലുള്ള ട്രസ്റ്റ് ഇഷ്യൂവും ഉണ്ട് എന്നുള്ള രീതിയിൽ കുട്ടി പത്മിനി പറഞ്ഞു വെക്കുന്നുണ്ട്, അല്ലെ? കനകക്ക് ആരെയും വിശ്വാസമില്ല. കാരണം വിശ്വസിച്ചവരെല്ലാം ചതിച്ച ചരിത്രമാണല്ലോ ഉള്ളത്. സ്വന്തം അച്ഛനടക്കം സ്വത്തുക്കളെല്ലാം അപഹരിച്ചു കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും ആരെയും വിശ്വസിക്കാത്ത രീതിയിലേക്ക് കനക മാറി. എന്തിനു പറയുന്നു? കനകയുടെ വീട്ടിന് പുറത്ത് ആരെങ്കിലും വന്നാൽ പോലും അവരെന്നെ വഞ്ചിക്കുമോ, എന്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും എടുത്തു കൊണ്ടുപോകുമോ എന്നൊരു പേടിയാണ് കനകക്കുള്ളത്. അതുകൊണ്ട് മാത്രമാണ് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കനക കഴിയാൻ തീരുമാനിച്ചത് എന്നൊക്കെ രീതിയിലാണ് കുട്ടി പത്മിനി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെയാണ് കനകയുമായി ബന്ധപ്പെട്ട് റീസെന്റ് കുട്ടി പത്മിനി പറഞ്ഞ കാര്യങ്ങൾ. എന്തോ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നിപ്പോയി എന്നുള്ളതാണ്. എനിക്ക് എന്ത് തന്നെയായാലും നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കനകക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കനകയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.